ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിലൂടെ എങ്ങനെ പണമുണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. കേരളത്തിൽ ധാരാളം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഉണ്ടെങ്കിലും കൂടുതലും ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാവുന്നവരാണ്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള തട്ടിപ്പുകളുടെയും ഒരു പ്രഭവസ്ഥാനമായി കേരളം മാറുന്നത്. ഒരിക്കൽ ഏതെല്ലാം തട്ടിപ്പുകൾ വന്നാലും കുറച്ചു കഴിയുമ്പോൾ മലയാളി അതെല്ലാം മറന്നുപോകും. വീണ്ടും അതുപോലുള്ള തട്ടിപ്പിൽ ചെന്ന് പെടുകയും ചെയ്യും. ഒരുപാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ മലയാളിയെ പറ്റിച്ചിട്ടുണ്ട്. വീണ്ടും ഇവർ ഇതിൽ എങ്ങനെ ചെന്ന് പെടുന്നു എന്ന് വെച്ചാൽ കൂടുതൽ ആകർഷകമായ വാഗ്ദാനങ്ങൾ കമ്പനി നൽകും. ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിലും സംഭവിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ കാലത്തു ചെയ്യാവുന്ന ആനുകൂല്യങ്ങൾ ആട്, കോഴി, പശു, വീട്, റിപ്പയർ ലോൺ തുടങ്ങിയവ നിരത്തിയാണ് രാഷ്ട്രീയക്കാർ ജനങ്ങളെ പറ്റിക്കുന്നത്. പൊതുജനം കഴുതയാണോ എന്ന സംശയത്തിന്റെ കാരണവും ഇതാണ്. കച്ചവടത്തിൽ കൂടുതൽ കൗശലം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും. ഇത് വിജയകരമായി നടത്താൻ കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ വിജയിച്ചു. ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഉദാഹരണമാണ് കരുവന്നൂർ ബാങ്ക്, ശബരിമല തുടങ്ങിയവ. അവസരം കിട്ടിയിരുന്നെങ്കിൽ അയ്യപ്പനെ പോലും അടിച്ചു മാറ്റിയൊരുക്കി ആ ഭരണമാക്കിയേനെ. ഇവക കാര്യങ്ങളിൽ മിടുക്കുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ മുന്നേറാം. നല്ല കള്ളനെ പോലെ ചിരിച്ചിരിക്കാനും അറിയണം. നമ്മുടെ പൊട്ടിയെ പോലെ നിർത്തുന്നു.